ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇന്നലെ നമ്മുടെ കൊണാമി നമ്മളുടെ ആ ഫ്രീ ഷോർട്ട് ടൈം പാക്ക് അൺലോക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ ആഴ്ച കളിച്ചിട്ട് അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും മിക്കവരും. ഈ ആഴ്ച നിങ്ങൾ ഒരു 5 കളിയും കൂടി ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് അൺലോക്കായി കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ മിഷൻസിൽ കാണാം. ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയാണ് സംഭവം കിടക്കുന്നത്, നമ്മളുടെ ആ പാക്ക് കിട്ടോ. ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കിൽ നിന്ന് ഏത് പ്ലെയർ എടുക്കുന്നതാണ് നല്ലത്, ഇവരുടെയൊക്കെ ഒരു സ്റ്റാറ്റസ് കമ്പാരിസൺ, അതുപോലെ തന്നെ മുമ്പ് വന്ന ഇപ്പോൾ എൻഡേഴ്സൺ ആയിക്കോട്ടെ മാർക്കിനസ് ആയിക്കോട്ടെ, ഈ രണ്ടുപേരായിരിക്കും മിക്കൊരു സംശയം ഉണ്ടാവുക ഏത് പ്ലെയർ എടുക്കണമെന്ന്. മുമ്പ് നമുക്ക് റൈറ്റ് കാർഡ് ഉണ്ടല്ലോ നമ്മുടെ ഡെയിലി ഗെയിമത്തെ, അത് ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മാർക്കിനസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ബാസ്റ്റിന് മുമ്പ് വന്നത് ആ കാർഡായിട്ടായിരിക്കും മിക്കൊരു കമ്പാരിസൺ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ റോബർട്ട്സനും ബെർണാഡോ സിൽവ രണ്ടും കിട്ടില്ല കാർഡാണ്. എന്തായാലും ഈ 4 കാർഡിൻ്റെയും ബെസ്റ്റ് പ്ലെയർ പ്രോഗ്രഷനും അതുപോലെ തന്നെ ആഡഡ് സ്കിൽസ്, പിന്നെ ഏത് പ്ലെയറാണ് എടുക്കേണ്ടത്, പിന്നെ എൻ്റെ ചോയ്സ് ഏതാണ്, ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമിനെ കാണുമ്പോൾ ഇതിന്ന് ആരെടുക്കണം നോക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏത് പൊസിഷനിലാണ് പ്ലെയറെ ആവശ്യമുള്ളത്. ഓക്കെ, ഇപ്പോൾ ബെർണാഡോ സിൽവ ആണെങ്കിൽ റൈറ്റ് വിങ് ഫോർവേഡ് കളിക്കും, മിഡ്ഫീൽഡ് കളിക്കും, അതുപോലെ തന്നെ ആൾ AMF കളിക്കും, CMF കളിക്കും, ആ ഏരിയയിലൊക്കെ. പിന്നെ ലെഫ്റ്റിലും കളിക്കും, CF കളിക്കും. എല്ലായിടത്തും ബൂസ്റ്റർ കൊടുത്ത് ആവും ചെയ്യും, പൊസിഷൻ ബൂസ്റ്റർ കൊടുത്ത് തന്നെ. കംപ്ലീറ്റ്ലി ഒരു അറ്റാക്കിൽ എവിടെ വേണമെങ്കിലും കളിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലെയറാണ് നമ്മുടെ ബെർണാഡോ സിൽവ. അങ്ങനത്തെ ഒരു അസറ്റാണ് മൂപ്പര്. ഓക്കെ, അപ്പോൾ കുറേ പേർക്ക് സംശയം ഉണ്ടാവും ഏത് പ്ലെയർ എടുക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഏത് പൊസിഷനിലേക്കാണ് പ്ലെയർ ആവശ്യം അത് നോക്കി എടുക്കാൻ നോക്കുക. ഇനിയിപ്പോൾ നമ്മുടെ റോബർട്ട്സൺ നോക്കുകയാണെങ്കിൽ ആൾ ലെഫ്റ്റ് മിഡ്ഫീൽഡും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കും കിടലിനായിട്ട് കളിക്കും. പിന്നെ അവിടെ മാർക്കിനസ് നോക്കുകയാണെങ്കിൽ സെൻട്രൽ ബാക്കിൽ ഇതൊരു ബീസ്റ്റ് തന്നെ പറയാം. അതിൻ്റെ ഒപ്പം തന്നെ ആൾ ഡിഫൻസ് മിഡ്ഫീൽഡ് പ്ലസ് CMFക്ക് ബൂസ്റ്റർ കൊടുത്ത് അവിടെയും കളിക്കും. ഓക്കെ, ബിൽഡപ്പ് കാർഡാണ്. ഇനിയിപ്പോൾ ഹെൻഡേഴ്സിനെ നോക്കുകയാണെങ്കിൽ ആളൊരു കിടിലൻ ആങ്കർമാൻ ആണ്. ആൾ ഈ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ ബാക്ക്, ഡിഫൻസ് മിഡ്ഫീൽഡ്, അതുപോലെ തന്നെ CMF AMF എന്നീ പൊസിഷനിൽ ആൾ കളിക്കും. അതുപോലെ വന്നിരിക്കുന്ന ഒരു കിടിലൻ പാക്കാണ്. കാരണം നമ്മളാകെ വട്ടം കറക്കും ഏത് പ്ലെയർ എടുക്കണം എന്നൊരു കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ആദ്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഏത് പൊസിഷനിലേക്കാണ് ആ പ്ലെയറെ ആവശ്യം, ആ പ്ലെയർ ആദ്യം ഉന്നം വെച്ചെടുക്കാൻ ഞാൻ പറയുള്ളൂ കേട്ടോ. ആദ്യം പറയാനുള്ള പോയിന്റ് അത് തന്നെയാണ്. അപ്പോൾ ഇതിലത്തെ നമ്മുടെ ആദ്യത്തെ പ്ലെയർ ആണ് നമ്മളുടെ ബെർണാഡോ സിൽവ. ബെർണാഡോ സിൽവ ഇതാ നമ്മുടെ പിന്നിൽ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്ക് കൊടുത്തിരിക്കുന്ന പ്രോഗ്രഷനൊക്കെ ഇതാ. ആൾക്ക് ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 7 ഷൂട്ടിങ്, അതുപോലെ തന്നെ 4 പാസിങ്, 9 ഡ്രിബിളിങ്, 9 ഡിസ്ചാർജ്, 10 ലോ ബോൾ സ്ട്രെങ്ത്. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആൾക്ക് അത്യാവശ്യം കിടിലായിട്ട് തന്നെ സ്പീഡ്, ആക്സലേഷൻ, ഡ്രിബിളിങ്, അതുപോലെ തന്നെ പാസിങ്, ഫിനിഷിങ് ഒക്കെ ഒരു രീതിയിൽ കൊടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ പ്രോഗ്രഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. ആൾക്ക് അപ്പോൾ കൊടുത്തിരിക്കുന്ന ബൂസ്റ്റർ വന്ന് എജിലിറ്റിയാണ്. മെയിനായിട്ട് സ്പീഡിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആൾക്ക് ഡബിൾ ടച്ച് വരുന്നുണ്ട്, കട്ട് ബിഹൈൻഡ് ടേൺ ഉണ്ട്, ലോങ് റേഞ്ച് ഡ്രൈവ് ഉണ്ട്, അതുപോലെ തന്നെ ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ 1 ടച്ച് പാസ്, ത്രൂ പാസിങ്, പിൻ പോയിന്റ് ക്രൂസിങ്, ഔട്ട് സൈഡ് ലോ ലോഫ്റ്റഡ് പാസ് എന്നീ സ്കിൽസൊക്കെ ആൾക്ക് കിടക്കുന്നുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു മാർസൽ ടാൻ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു റൈസിങ് ഷോട്ട് ആഡ് ചെയ്യുക, പിന്നെ 1 ടച്ച് പാസ് ഉണ്ട്. ബാക്കിയുള്ള ഏകദേശം ഒരു ഉണ്ട്. ഔട്ട് സൈഡ് കളറൊക്കെ കൊടുത്താൽ തന്നെ അത്യാവശ്യം കിടലം കാർഡായിരിക്കും ഇത്. അധികം പേരിൽ സ്കിൽ ടോക്ക് ഉണ്ടാവില്ല. അതാണ് ഇമ്പോർട്ടൻ്റ് ആയ 3 സ്കിൽ ഞാൻ പറഞ്ഞത്. ഇത്രയും കൊടുത്താൽ ആൾക്കൊരു കിടലൻ ഒരു കാർഡായിട്ട് മാറും ഇത്. അപ്പോൾ ഇതാണ് പ്രോഗ്രഷൻ. ആൾക്ക് ഇപ്പോൾ ഒഫൻസീവ് അവർനെസ് 83 ഉണ്ട്, ബോൾ കൺട്രോൾ 95 ഉണ്ട്, ഡ്രിബിളിങ് 95 ഉണ്ട്, ടൈറ്റ് പൊസിഷൻ 96 ഉണ്ട്, ഡ്രിബിളിംഗ് സെക്ഷൻ പക്കയാണ്. പിന്നെ നമ്മുടെ ലോ പാസ് 87, ലോഫ്റ്റഡ് 87. അപ്പോൾ വിങ്ങർക്ക് വേണ്ട നല്ലൊരു ഇതാണ്, പാസിംഗ് ആണ് വേണ്ടത് ആൾക്ക് മെയിനായിട്ട്, അല്ലേ? അപ്പോൾ ആളൊരു കിടന ഓപ്ഷനാണ് ഞാൻ പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ കേൾ 88 ഉണ്ട്, കേൾ ഇതൊക്കെ വെച്ചാൽ. അതുപോലെ തന്നെ ക്രോസ് എടുക്കണമൊക്കെ കേൾ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ സ്പീഡ് 89, ആക്സിലേഷൻ 91, പിന്നെ നമ്മുടെ കിക്കിംഗ് പവർ വന്നിരിക്കുന്നത് 83 ആണ്, ബാലൻസ് 95, സ്റ്റാമിന 90. ഒരു മെസ്സിയൊക്കെ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു കാർഡാണിത്. മെസ്സിയുടെ ലൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ റിയൽ ലൈഫ് ആയിക്കോട്ടെ, ബെർണാഡോ സിൽവയുടെ ഡ്രിബിളിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലല്ലേ? ഒരു മെസ്സി ടച്ചുള്ള ഒരു ഡ്രിബിളിംഗ് ആണ്. മെസ്സി വേറെ എവിടെ കിടക്കുന്ന പ്ലെയറാണ്, ബട്ട് ഒരു ലൈറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് മെസ്സി ഇല്ല, നിങ്ങൾക്ക് മെസ്സിയുടെ ഒരു കാർഡ് ആവശ്യമുണ്ട് നിങ്ങളുടെ സ്കൂളിൽ, അങ്ങനെ വേണമെങ്കിൽ എടുക്കാൻ പറ്റിയൊരു പ്ലെയർ ആണ് നമ്മുടെ ബെർണാഡോ സിൽവ. ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിൽ വിട്ടൊരു സംഭവമാണ്, ആൾക്ക് വന്നിരിക്കുന്ന സ്കില്ല് വിഷണറി പാസ് ആണ്. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആണ്, ഇറങ്ങി നിന്നേ കളിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾ ബാക്കിയുള്ള റൈറ്റിംഗ് ഫോർവേഡ് എല്ലാം അവിടെ കയറി കുത്തി നിൽക്കില്ല. ആളെപ്പോഴെല്ലാം ചെക്ക് ചെയ്ത് നിൽക്കും. ഓക്കെ, പന്ത് റിസീവ് ചെയ്ത് പിന്നെ പാസ് ചെയ്ത് അങ്ങനെ നമ്മൾ പാസ് മൂവ് ഒക്കെ കളിച്ചിട്ട് വരുമ്പോഴാണ് അടിപൊളി. അതുപോലെ തന്നെ കൗണ്ടറിനൊക്കെ വരികയാണെങ്കിൽ തന്നെ പന്ത് മേടിച്ചിട്ട് നിങ്ങൾക്ക് ത്രൂ ബോളൊക്കെ വെക്കണമെങ്കിൽ ആൾ കിണ്ണനായിട്ട് വെച്ചിരും. അങ്ങനത്തെ ഒരു കാർഡാണ് വിഷണറി പ്ലസ് നമ്മളുടെ ഈ പറഞ്ഞ പോലത്തെ ലോ പാസ് 87 ഉണ്ട്, ലോഫ്റ്റഡ് 87 ഉണ്ട്. എല്ലാം കൊണ്ട് ഒരു കിടിലൻ കാർഡാണ് നമ്മുടെ ബെർണാഡോ സിൽവ. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റിംഗ് ഫോർവേഡിലേക്ക് ഒരു പ്ലെയർ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ AMF ആയിക്കോട്ടെ, AMFനൊക്കെ വേറെ പ്രോഗ്രഷൻ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ
ഞാൻ എന്തായാലും നോക്കട്ടെ, പിച്ചാണെങ്കിൽ ഇതിൽ തന്നെ കാണിക്കാം. അതുപോലെ തന്നെ എല്ലാം കൊണ്ടും ഒരു അടിപൊളി സ്പീഡ് ആൻഡ് ആക്സലേഷൻ ഉണ്ട്. ഒരു ബെസ്റ്റ് കാർഡാണ് നമ്മളുടെ ബെർണാഡോ സിൽവ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റൈറ്റിംഗ് ഫോർവേഡ് വേണം, നിങ്ങൾക്ക് മെസ്സിക്ക് ഒരു പ്ലെയർ വേണം, മെസ്സി ഇല്ലെങ്കിൽ നിങ്ങളുടെ അപ്പോൾ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ആണ് കേട്ടോ നമ്മുടെ ബെർണാഡോ സിൽവ. അപ്പോൾ എന്തായാലും നിങ്ങൾ എടുക്കേണ്ട ജസ്റ്റ് താഴെ കമന്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് നേരെ അടുത്ത പ്ലെയർക്ക് പോവാം. അപ്പോൾ ഗൈസ് ഇതിൽ നമ്മുടെ അടുത്തൊരു പ്ലെയർ ആണ് നമ്മുടെ റോബർട്ട്സൺ. സോ റോബർട്ട്സന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കണ്ണും പൊട്ടി എടുക്കാൻ പറയുമോ ചോദിച്ചാൽ എടുത്തു എന്ന് പറയും. കാരണം നിങ്ങളുടെ ഒരു നല്ല ലെഫ്റ്റ് ബാക്ക് ഇല്ല, അതും കിടലിനായിട്ട് ക്രോസ് ഇടും, ഓടിക്കയറും, അതുപോലെ തന്നെ വിങ്ങിൽ നിന്ന് ഇറങ്ങി വന്ന് ഡിഫെൻഡ് ചെയ്യും. പക്ഷേ ആളുടെ ഡിഫൻസീവ് വിളിച്ചു വെച്ചാൽ അൺറിയലാണ്, ഒരു രക്ഷയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ നിങ്ങൾക്ക് ഞാൻ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ടോംബോയൊക്കെ മുമ്പ് കളിപ്പിച്ചായിരുന്നു ഓർമ്മ റോബർട്ട്സൻ്റെ ഒക്കെ സാധാ കാർഡ് തന്നെ. അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാർഡാണ് നമ്മുടെ റോബർട്ട്സൺ. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് ബാക്കിൽ ഒരു സ്ലോട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ കോസ്റ്റക്കോട്ടയൊക്കെ ഉണ്ടെങ്കിൽ കോസ്റ്റക്കോട്ടനെ വേണമെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ബാക്ക് എടുത്തിട്ട് റോബർട്ട്സൺ എടുത്ത് നിങ്ങൾക്ക് ലെഫ്റ്റ് ബാക്കിൽ ഇടാട്ടോ. അതും എഡ്ജർ ക്രോസിംഗ് ആണ്, നല്ല ഡിഫൻസീവ് എബിലിറ്റി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓവറായിട്ട് കയറി പോകേണ്ട, ഇടയ്ക്കൊക്കെ പോയിട്ട് ക്രോസ് ഇട്ട് വന്ന് ഇയാൾക്ക് ഡിഫൻസീവായിട്ട് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്താലും മതി. അപ്പോൾ കിടിലൻ സ്റ്റാറ്റ്സും പ്രോഗ്രസ്സും ഞാനിപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആൾക്ക് കൊടുത്തിരിക്കുന്നത് 4 ഷൂട്ടിങ്, 6 പാസിങ്, 4 ഡ്രിബിളിങ്, 8 ഡിക്സ്റ്റാരിറ്റി, 12 ലോ ബോഡി സ്ട്രെങ്ത്, ഏരിയയിൽ 4, ഡിഫെൻഡിങ് 8. ഇതെന്ന് വേണമെങ്കിൽ ഏരിയയിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും കയറ്റിക്കോ, പാസിങ്ങിലേക്കോ അല്ലെങ്കിൽ പിന്നെ ഷൂട്ടിങ്ങിലേക്കോ, ക്രോസ് കേള് കുറച്ച് കൂട്ടണമെങ്കിൽ ഷൂട്ടിങ്ങൊക്കെ കൂട്ടിക്കോ. ഏരിയയിൽ വെറുതെ കൊടുത്താണ് ഞങ്ങാനും ഡിഫൻസ് സപ്പോർട്ട് വലിയ ഇതൊന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല, എന്നാലും വെറുതെ കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരു നല്ല പ്രോഗ്രഷൻ ആണ്. ഇതിൽ കിടന്ന സ്റ്റാറ്റ്സ് ആണ് മൂപ്പർക്ക് വന്നിരിക്കുന്നത്. എഡ്ജർ ക്രൂസിംഗ് ആണ് മെയിൻ, അതുപോലെ തന്നെ ഹാർഡ് വർക്കർ ആണ് ഞാൻ കൊടുത്തിരിക്കുന്ന ബൂസ്റ്റർ. നിങ്ങൾക്ക് അത് കൊടുത്താൽ മതി, ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പാസിങ്ങോ എഡ്ജിലിച്ചോ കൊടുത്തതിന്റെ സ്പീഡ് കൂടി കിട്ടും. പിന്നെ എന്നാൽ അത്യാവശ്യം സ്പീഡ് ആക്സിലേഷൻ ഈ കാർഡിനുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ആളുടെ ലോ പാസ്, ലോഫ്റ്റഡ് പാസ് വെച്ചാൽ 85 ലോ പാസും ലോഫ്റ്റഡ് പാസ് 91 ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കേള് 86 ഉണ്ട്. പിന്നെ ഡിഫൻസീവ് അവയർനെസ് നോക്കുമ്പോൾ 83 ഉണ്ട്, ഡിഫൻസീവ് എൻഗേജ്മെന്റ് 90, ടാക്ലിംഗ് 84, അഗ്രഷൻ 93. സോ ബെസ്റ്റ് ആണ്. ഡിഫൻസീവിലേക്ക് വരുമ്പോൾ അത്യാവശ്യം കിട്ടില്ല, നല്ല ഈ എഡ്ജർ ക്രൂസിംഗ് ഉള്ളൊരു, മനസ്സിലായില്ലേ സംഭവം വരുമ്പോൾ കിടക്കൂലോ. അതുപോലെ തന്നെ ആളുടെ സ്പീഡ് വന്നിരിക്കുന്നത് 94 ആണ്, ആക്സലേഷൻ 91, കിക്കിംഗ് പവർ 91, സ്റ്റാമിന 90. ഫുൾ ടൈം ഒരു പക്കാ ഓടി അങ്ങോട്ട് പട്ടിയേക്കുള്ളൂ, അമ്മാതിരി കളി കളിച്ചോളൂ ആള്. സ്പീഡ് ഉണ്ട്, ആക്സലേഷൻ ഉണ്ട്, കിക്കിംഗ് പവർ ഉണ്ട്. എന്തുകൊണ്ട് ഒരു കിടിലൻ വിങ് ബാക്കിലേക്ക് നിങ്ങൾ നോക്കി വെക്കണം, ലെഫ്റ്റ് മിഡ്ഫീൽഡോ അതിൽ ലെഫ്റ്റ് ബാക്കോ. നിങ്ങളിൽ ഇപ്പോൾ സൊർലോത്ത് അതുപോലെ തന്നെ കോളർ പോലുള്ള പ്ലെയർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വേണ്ട ഒരു പ്ലെയർ ആയിരിക്കും ഈ പറഞ്ഞ റോബർട്ട്സൺ. അപ്പോൾ എന്തായാലും നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ എടുത്തോ. ലെഫ്റ്റ് ബാക്കിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ് റോബർട്ട്സൺ. ഇതിലിപ്പോൾ നമുക്ക് ഒരിക്കലും റാങ്ക് ചെയ്യാൻ പറ്റില്ല ഒരു പ്ലെയറും, കാരണം ഓരോ പ്ലെയറും അവരുടെ പൊസിഷനിലേക്ക് ബെസ്റ്റ് പ്ലെയർ പ്രോഗ്രഷനും അതുപോലെ തന്നെ ബെസ്റ്റ് സ്റ്റാറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ പ്ലെയറിന്റെ എക്സ്പ്ലെയിൻ ചെയ്യാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആൾക്ക് വന്നിരിക്കുന്ന സ്കില്ല് 1 ടച്ച് പാസ്, ത്രൂ പാസിംഗ്, വെയിറ്റഡ് പാസ്, പിൻ പോയിന്റ് ക്രൂസിംഗ്, മാൻ മാർക്കിംഗ്, ഇന്റർസെപ്ഷൻ, ക്യാപ്റ്റൻസി, ഫൈറ്റിംഗ് വെസ്റ്റ്, സ്ലൈഡിംഗ് ടാക്ലിംഗ്. സോ ഇതിലേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഡബിൾ ടച്ച് ആഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് ആവശ്യം വരും. ഓക്കെ, പിന്നെ ലോഫ്റ്റഡ് പാസ് എന്തായാലും ആഡ് ചെയ്ത് വിട്ടോ. പിൻ പോയിന്റ് ക്രൂസ് ഉണ്ട്, എഡ്ജർ ക്രൂസിംഗ് ഉണ്ട്, മാസ് റിട്ടേൺ ഒന്നും ആഡ് ചെയ്യണ്ടെങ്കിൽ സ്കില്ലിട്ട് കളിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ ആഡ് ചെയ്ത് മതി കേട്ടോ, അല്ലെങ്കിൽ വേണ്ട. പിന്നെ 1 ടച്ച് പാസ് ആഡ് ചെയ്തോ ഗൈസ്, പിന്നെ ത്രൂ പാസിംഗ് ആഡ് ചെയ്യാം. സോ അത്ര ആഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പെടയിട്ട് തന്നെ ഈ പ്ലെയർ കളിപ്പിക്കാൻ പറ്റും. കിടലിനാണ്, ഒരു രക്ഷയില്ല പറയാ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് നോക്കി നോക്ക്, ഇതൊരു കിടലിന്റെ സജഷൻ ആണ് കേട്ടോ. അപ്പോൾ അടുത്ത നമ്മുടെ പ്ലെയർ ആണ് നമ്മുടെ മാർക്യൂനസ്. സോ നിങ്ങൾക്ക് അറിയാലോ ബ്രസീലിന്റെ ഒരു കിടലൻ സെന്റർ ബാക്കാണ് മാർക്യൂനസ്. അതുപോലെ തന്നെ PSG വേണ്ടിയിട്ട് കിടലൻ ഫോമിൽ കളിക്കണം, അതായത് എല്ലാ വീക്കിനും ഈ പറഞ്ഞ പോലെ A അല്ലെങ്കിൽ B കണ്ടീഷൻ വരുന്ന ഒരു പ്ലെയർ ആണ് നമ്മുടെ മാർക്യൂനസ്. അപ്പോൾ അത് ഇവിടെ നോക്കേണ്ട ഒരു കാര്യമാണ്, കാരണം നമ്മൾ ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ മെയിനായിട്ട് ഷോർട്ട് ടൈം കാർഡാണ്, ഫോമിന്റെ കാര്യം കുറച്ച് സീനാണ്. ബട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് മാർക്യൂനസിന് ആ സീൻ കിട്ടില്ല. ആൾ എപ്പോഴേലും ഫോമിലായിരിക്കും. PSG കളിക്കുന്നത്, അവിടുത്തെ ലീഗാണ്, പിന്നെ ബ്രസീലിന് വേണ്ടിയിട്ടും കളിക്കേണ്ട ആള്. ഓക്കെ, സോ ആളെ കുറിച്ച് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ആൾ വന്നിരിക്കുന്നത് ഏരിയൽ ഫോർട്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മളുടെ ബോക്സിന്റെ ഉള്ളിൽ ക്രോസ് ഒക്കെ വരുമ്പോൾ ഒന്നുകൂടിയും അഗ്രസീവായിട്ട് നിന്ന് ഹെഡിയൊക്കെ ചെയ്യണതിന്റെ സ്കില്ലിനാണ് പറയുന്നത് ഏരിയൽ ഫോർട്ട്. നമ്മുടെ ബോക്സിന്റെ ഉള്ളിൽ ഭയങ്കര ഉപയോഗപ്പെടും ആ സ്കില്ല് കേട്ടോ. സോ ഏരിയൽ ഫോർട്ട് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ആൾക്ക് വന്നിരിക്കുന്ന ഇതിലൊരു പ്രോഗ്രസ്സാണ്, ഒരു രക്ഷയില്ല. ആൾക്ക് ഓട്ട കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡിഫെൻഡിങ് കാര്യങ്ങളൊക്കെ കൂടി കിട്ടും, 100 കിട്ടും, മറ്റേ അഗ്രഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് സ്പീഡ് ആക്സലേഷൻ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ ഡിഫൻസ് ഫുൾ ബാക്കിനായാലൊക്കെ ഡിഫൻഡേഴ്സിന് വേണ്ടത്. ഓക്കെ, ഒരു സ്പീഡ് ആക്സലേഷൻ മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ട സാധനമാണ്. അപ്പോൾ ഞാനത് കൂട്ടി കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ പ്രോഗ്രഷൻ കിഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് എജിലിറ്റി ആണ് ഡബിൾ ബൂസ്റ്ററിൽ. സംഭവം എന്താ വെച്ചാൽ സ്പീഡ് തന്നെയാണ് മെയിൻ, നമ്മുടെ ലക്ഷ്യം സ്പീഡ് കൊടുക്കുക, അതാണ് ഈ സെൻറ്റർ ബാക്കിന് കൊടുക്കേണ്ടത്. അപ്പോൾ ആൾക്ക് ഞാൻ ഇപ്പോൾ കൊടുത്തതിന് പ്രോഗ്രഷൻ പറയുന്നത് 7 ഡിക്സ്റ്റാരിറ്റി, 8 ലോ ബോഡി സ്ട്രെങ്ത്, ഏരിയൽ 8, ഡിഫെൻഡിങ് 10 ആണ്. സോ ഇതിൽ അത്യാവശ്യം കിട്ടുന്ന സ്റ്റാറ്റ്സ് ആണ് കിട്ടുന്നത്. ആളുടെ പാസിംഗ് ഏരിയ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാസിംഗ് ഏരിയ ഉണ്ട് ആൾക്ക്. ഡിഫൻഡേഴ്സിന് ഒരു 72 പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, കുറച്ചുകൂടി കൂടി എന്നാലും കുഴപ്പമില്ല. ഓക്കെ, സോ ഹെഡിങ് 85 വരുന്നുണ്ട്, ഡിഫൻസീവ് അവേർനെസ് 92 ഉണ്ട്, ഡിഫൻസീവ് എൻഗേജ്മെന്റ് 93 ഉണ്ട്, ടാക്ലിംഗ് 93 ഉണ്ട്, അഗ്രഷൻ 93 ഉണ്ട്. ഓക്കെയാണ്. ബട്ട് ആൾക്ക് ഓട്ടോ കൊടുക്കുമ്പോൾ ഇതെല്ലാം 95ന്റെ മുകളിലാട്ടോ, അതും കൂടി ചിന്തിക്കണം.
അതുപോലെ തന്നെ സ്പീഡ് 84, ആക്സിലേഷൻ 85. സ്പീഡ് ആക്സിലേഷൻ എങ്ങനെ പോലും ഡിഫൻഡേഴ്സിന് ഒരു 85 മുകളിൽ കൊടുക്കാൻ ഞാൻ പറയുള്ളൂ. ബട്ട് നമ്മൾ എല്ലാം കൊണ്ടും ഒരു കിഴക്കിയിട്ട് ഇതാണ് നമുക്ക് കിട്ടുന്ന ബെസ്റ്റ് ഒരു പ്രോഗ്രഷൻ. ഓക്കെ, ഇതിൽ പിന്നെ കിക്കിംഗ് പവർ 80 ഉണ്ട്, ജെൻബ് 91, ഫിസിക്കൽ കോണ്ടാക്ട് 92, ബാലൻസ് 84, സ്റ്റാമിന 86. സോ കൂടുതൽ ആൾക്കാർ ഇതിലൊക്കെ നെഗറ്റീവ് അടിക്കുന്ന ആൾക്ക് 183 ഹൈറ്റ് ഉള്ളൂ. അത് ശരിയാണ്, ഹൈറ്റ് കുറച്ച് കുറവാണ്. ബട്ട് നിങ്ങളിപ്പോൾ മാർക്കിനസിന്റെ പണ്ട് വന്നൊരു നോമിനേറ്റിംഗ് കാർഡ് ഉണ്ട്, ഒരു പച്ച ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിട്ടുള്ള. സോ ആ കാർഡൊക്കെ എടുത്ത് കളിപ്പിച്ചവർക്ക് അറിയാം മാർക്കിനസ് എത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും എന്ന്. അപ്പോൾ ആദ്യം പറയാള് ആളൊന്ന് കളിപ്പിച്ച് നോക്കി, അപ്പോൾ ആൾക്ക് ആളുടെ റേഞ്ച് മനസ്സിലാവുള്ളൂ. ഇപ്പൊ കോർണറിൽ പോയിട്ട് എതിരാളികളുടെ അടുത്ത് പോയി ഗോൾ അടിക്കാനാണെങ്കിലും ആള് ബെസ്റ്റാ. ബട്ട് ആൾക്ക് ഈ ഹൈറ്റിന്റെ കാര്യം എനിക്ക് പ്രശ്നമല്ല തോന്നുന്നു, അമ്മാതിരി സാധനമാണ് ആള്. ഓക്കെ, നമുക്ക് ആളെ വേണമെങ്കിൽ നമുക്കൊരു കെനവേറോ ലൈറ്റ് വെർഷൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. കെനവേറോ ഇതിനായിട്ട് ഹൈറ്റ് കുറവാണ്, ബട്ട് അറിയാലോ സ്പീഡ് ആക്സലേഷൻ ബെസ്റ്റ്, ഓടി പിടിക്കാനൊക്കെ കിടലിനാണ് നമ്മുടെ മാർക്കിനസ്. ആൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന സ്കില്ല് ഏരിയൽ ഫോർട്ടാണ്. അപ്പോൾ ഹൈറ്റിന്റെ കാര്യത്തിലും അത് ഉപയോഗപ്പെടും. ഹൈറ്റിലെങ്കിലും ആ ഏരിയൽ ഫോർട്ട് സ്കില്ലുള്ളതിൽ ഒന്നുകൂടി. പിന്നെ ഈ പറഞ്ഞ സ്കോളറൊന്നും വന്ന ആര് ചാട്ടിയിട്ടും കാര്യമില്ല, അത് വേറെ കോമഡി. ഓക്കെ, അതവിടെ വിട്. അപ്പോൾ ആൾക്ക് വന്നിരിക്കുന്ന സ്കിൽസ് ഹെഡിങ് ഉണ്ട്, ലോ ലോഫ്റ്റഡ് പാസ് ഉണ്ട്, മാൻ മാർക്കിംഗ് ഉണ്ട്, ഇന്റർസെപ്ഷൻ ഉണ്ട്, ആക്രോബാറ്റിക് ക്ലിയറൻസ് ഉണ്ട്, ക്യാപ്റ്റൻസി ഉണ്ട്, ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്, ഏരിയൽ സുബേറ്റ് ഉണ്ട്, ബ്ലോക്കർ ഉണ്ട്. സോ സ്ലൈഡിംഗ് ടാക്കിൾ ആഡ് ചെയ്യാൻ മസ്റ്റ് ആയിട്ട്. പിന്നെ ലോ ലോഫ്റ്റഡ് പാസ് ഇടുക, വൺ ടച്ച് പാസ് കൊടുത്തോ ആവശ്യം വരും. ബാക്ക് ലൈനിൽ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വണ്ടത്തരം കാണിച്ചു തരും. പിന്നെ എന്തൊക്കെ കൊടുക്കണേ ഞാൻ എന്തായാലും താഴത്തെ ഐഡിയ കേട്ടോ. അപ്പോൾ ആള് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്, ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ കുറേ പേർക്ക് സംശയം ഉണ്ടാവും, നിങ്ങൾ മുന്നേ വന്ന ബാസ്റ്റോണി ഉള്ളതുകൊണ്ട് ഇയാൾ എടുക്കണോ വേണ്ടേന്ന്. ഞാൻ പറയും എടുത്തോന്ന് പറയുള്ളൂ. ഞാൻ അതിന്റെ ഉദാഹരണം വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇതാണ് പറയാൻ കാരണം, മുമ്പെന്ന ബാസ്റ്റോണിയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ സ്റ്റാറ്റ്സ് ആണ് നമ്മുടെ ഈ മാർക്കിനോസിന് കിട്ടണത്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കമ്പാരിസൺ ഇതിപ്പോൾ ഓട്ടോ സ്റ്റാറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ എന്തിന്റെ കാര്യം ആയിക്കോട്ടെ, സ്പീഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡിഫെൻഡിങ്ങിന്റെ കാര്യം ആയിക്കോട്ടെ, ബാലൻസ് ആയിക്കോട്ടെ, ഫിസിക്കൽ കോണ്ടാക്ട് ആയിക്കോട്ടെ, ജമ്പ് ആയിക്കോട്ടെ, എന്തുകൊണ്ടും ഒരു പിടി മുമ്പിൽ മാർക്കിനസ് ആണ്. സ്പീഡിന്റെ കാര്യത്തിൽ കുറച്ച് കൂടുതലാണ് ഓട്ടോ കൊടുക്കും ബാസ്റ്റോന്. ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാം ബാസ്റ്റോന്. എനിക്ക് എന്താ അറിയില്ല, ഒരു ഇതില്ലാത്തൊരു ഇതുപോലെ തോന്നി, ഇതൊരു പവർ ഇല്ലാത്ത കാർഡുകളും എന്തിന്റെ പേഴ്സണൽ പറയട്ടെ ഞാൻ കളിപ്പിച്ച് നോക്കിയിട്ട്. അപ്പോൾ അതെന്നൊക്കെ നോക്കുകയാണെങ്കിൽ മാർക്കിനസിന്റെ സൈഡിലേക്ക് ഞാൻ ചെരിവ് പറയണേ. പിന്നെ ഞാൻ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ പാക്കിൽ ഞാൻ എടുക്കാൻ ചിന്തിക്കുന്ന പ്ലെയറും മാർക്കിനസ് തന്നെയാണ്. അപ്പോൾ ഞാൻ ആ 5 കളി കളിച്ച് തീർത്തിട്ടില്ല, കളിച്ചിട്ടാണ് ആ പ്ലെയർ എടുക്കുള്ളൂ കേട്ടോ. അത് വേറെ കാര്യം. തമ്പനയിൽ ഐ ആം പിക്കിങ് മൈ പ്ലെയർ എന്നായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ എടുക്കാൻ പോണ പ്ലെയർ എന്തായാലും മാർക്കിനസ് ആണ്. ഓക്കെ, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും കിടലാൻ ഒരു ചോയ്സ് ആണ് മാർക്കിനസ്. നിങ്ങൾ എന്തായാലും ചിന്തിച്ചിട്ട് എടുക്കട്ടോ. അങ്ങനെ ഗൈസ്, നമ്മളുടെ ഈ പാക്കത്തെ ഏറ്റവും അവസാനത്തെ പ്ലെയർ വന്നിരിക്കുകയാണത് വേറെ ആരുമല്ല, നമ്മളുടെ ജോർദാൻ ആൻഡേഴ്സൺ. സോ ജോർദാൻ ആൻഡേഴ്സൺ വന്നിരിക്കുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന റോളിലാണ്, അതും ആങ്കർമാൻ എന്ന് പറയുന്ന പ്ലേ സ്റ്റൈലിലാണ് ഗൈസ്. പിന്നെ ഉള്ള മെയിൻ സംഭവം ലോങ് റീ ടാക്കിൾ എന്നുള്ള സ്കില്ലിലാണ്. സോ ലോങ് റീ ടാക്കിൾ പ്ലസ് ആങ്കർമാൻ പ്ലസ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ, ഒരു രക്ഷയില്ലാത്തൊരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും, കാരണം നമ്മളുടെ ആ ഫ്രീ റൈറ്റ് കാർഡിന് കിട്ടിയവരുണ്ടാവും. അപ്പോൾ ആ കിട്ടിയ ആൾ ഇതിനെടുക്കണോ വേണ്ടേന്നൊക്കെ ഒരു ചിന്താഗതി ഉണ്ടാവും നിങ്ങളുടെ മൈൻഡിൽ. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ആ റൈറ്റ് കാർഡിനായിട്ടും എന്തുകൊണ്ടും സ്റ്റാറ്റ് ബേസിൽ ബെസ്റ്റ് ആണ് ഈ പറഞ്ഞ ഹെൻഡേഴ്സൺ. ഓക്കെ, ഇപ്പൊ ഡിഫെൻസീവിൽ നോക്കിയായിക്കോട്ടെ, ഇതിപ്പോ ഓട്ടോയെ കൊടുക്കരുത്. ഓട്ടോ കൊടുത്തപ്പോ എന്റെ കണ്ണ് തള്ളിയേ, ജാതി സാധനത് ഒരു രക്ഷയില്ല. സോ എന്താ പറയാ, ഒരു കിടലൻ ഒരു അണ്ടർ റേറ്റഡ് കാർഡ് പറയാ ഈ പാക്കിൽ തന്നെ. ഇപ്പൊ ഡിഫെൻസീവിലായിക്കോട്ടെ, പാസിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആ റൈറ്റ് കാർഡിനായിട്ടും ഫാർ ബെറ്റർ ആണ്. അതുപോലെ തന്നെ സ്പീഡ്, ആക്സലേഷൻ എല്ലാം കൊണ്ടും ഒരു കിടല ഒരു പാക്കാണ് ഈ സാധനം. ഒരു രക്ഷയില്ലാത്തൊരു സാധനം പറയാം ഈ എൻഡേഴ്സൺ. അപ്പൊ ഞാനിപ്പോ ആൾക്ക് കൊടുത്തിരിക്കുന്ന ഡിഫെൻഡിങ് പറഞ്ഞ ഇതാണ്ടോ ഡബിൾ ബൂസ്റ്റർ ആണ്. സോ പ്രോഗ്രഷൻ നോക്കുകയാണെങ്കിൽ 8 പാസിംഗ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 4 ഡ്രിബിളിംഗ് കൊടുത്തിട്ടുണ്ട്, 4 ഡിക്സ്റ്റാരിറ്റി കൊടുത്തിട്ടുണ്ട്, ലോ ബോഡി സ്ട്രെങ്ത് 4 കൊടുത്തിട്ടുണ്ട്, ഏരിയയിൽ 4 കൊടുത്തിട്ടുണ്ട്, ഡിഫെൻഡിങ് 14 കൊടുത്തിട്ടുണ്ട്. ഒന്നും പറയല്ല, കിരള സ്റ്റാറ്റ്സ് ആണ് അലിക്കിൽ വന്നിരിക്കുന്നത്. പാസിംഗ് നോക്കുകയാണെങ്കിൽ ലോ പാസ് ലോഫ്റ്റഡ് പാസും 91 വന്നിട്ടുണ്ട്, പക്ക ഒരു രക്ഷയില്ല പറയാം. ഇനിയിപ്പം ആ ഡിഫെൻസീവിൽ നോക്കുകയാണെങ്കിൽ ഡിഫൻസീവ് അവയർനെസ് 95 ഉണ്ട്, ഡിഫൻസീവ് എൻഗേജ്മെന്റ് 95 ഉണ്ട്, ടാക്ലിംഗ് 95 ഉണ്ട്, അഗ്രഷൻ 95ന്റെ 8 കളി പറയാം, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ സ്പീഡ് 86, ആക്സലേഷൻ 81, കിക്കിംഗ് പവർ 85, ഫിസിക്കൽ കോണ്ടാക്ട് 81, സ്റ്റാമിന 93. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ സ്പീഡും ആക്സലേഷനും വേണമെങ്കിൽ കുറച്ച് കൂട്ടി കൊടുത്തോ ഈ ഡിഫൻസീവ് അവയർനെസിന്റെ ഇതൊക്കെ കുറച്ചിട്ട്. ബട്ട് ഇത് മതി, ഓട്ടോ തന്നെ ആൾക്ക് ധാരാളമാണ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറയാലോ, ഒറ്റയടിക്ക് നോക്കുകയാണെങ്കിൽ ആൻഡേഴ്സൺ ബെസ്റ്റ് ചോയ്സ് ഇൻ ദി ബാക്ക് ഇഫ് യു ഡിഡ്ന്റ് ഹാവ് എ ആങ്കർമാൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ. ഓക്കെ, എന്തായാലും മിക്കവർക്കും ആ റൈറ്റ് കാർഡ് ഞാൻ കിട്ടും, അത് ഉറപ്പാണ്. ബട്ട് സ്റ്റാറ്റ് വൈസ് ഞാൻ പറയാട്ടോ, ഹോണസ്റ്റ്ലി പറയുന്നത് സ്റ്റാറ്റ് വൈസ് ആൻഡേഴ്സൺ റൈറ്റ് കാർഡിനെ അലക്കി വിട്ടു. ഓക്കെ, ഉള്ള ആരും പറയാം. ഇതിലിട്ടോ ഫ്രീ F2P പ്ലേയേഴ്സിന് മെയിനായിട്ട് F2P പ്ലേയേഴ്സിൻ്റെ കാര്യം പറയണം. F2P പ്ലേയേഴ്സിനാണ് ഇതൊക്കെ ബാധകമായിട്ട് വരിക. പൈസ കൊടുത്തെടുക്കുന്നവർക്ക് ഇപ്പോൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാലോ. സോ
സോ എന്തായാലും ഇതിൽ നമുക്ക് കമ്പയർ ചെയ്ത് നമുക്ക് എന്തായാലും നോക്കാം, എന്ത് ഹെൻഡേഴ്സിനെ അതുപോലെ തന്നെ റൈക്കാർഡിനെയും എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ ഗൈസ് ഇത് നമ്മളുടെ റൈക്കാർഡിൻ്റെയും ഹെൻഡേഴ്സിൻ്റെയും ആ കമ്പാരിസൺ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പാസിങ്ങിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഇപ്പോൾ സ്പീഡ്, പിന്നെ ഡിഫെൻസീവ് എബിലിറ്റീസ് എല്ലാം കൊണ്ടും ഈ പറഞ്ഞ റൈക്കാർഡിനായിട്ടും ഒരു പടി മുമ്പിലാണ് നമ്മുടെ ഹെൻഡേഴ്സ് തന്നെ. ഓക്കെ, അലിക്കി തന്നെ പറയാം ആ ഡിബേറ്റിൽ. അപ്പോൾ എന്തായാലും ഒരു കിടിലൻ കാർഡാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ബാക്കിൽ കാണാം രണ്ടുപേർക്കിനെ ഡിഫെൻഡിങ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ. ബട്ട് മിക്കവർക്ക് ഈ റൈക്കാർഡ് പറയുന്ന സംഭവം തലയിലൊരു ഭ്രാന്താണ്. കാരണം ഒപ്പോണ്ടായിട്ട് വരുമ്പോഴും ഒരു ഭീമക്കുറ്റി ഇങ്ങനെ നിൽക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടാവും, എനിക്ക് തോന്നാറുണ്ട് അത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറേ പേര് റൈക്കാർഡിന് ചെരിഞ്ഞു എന്ന് വരാം. ബട്ട് ഹെൻഡേഴ്സിന് ഈ സ്റ്റോപ്പ് ഒരിക്കലും മിസ്സാക്കാണ്ട് വരിക. കാരണം കൊണാമി ഇത് അറിഞ്ഞിട്ട പണിയാണ്. അത്രയും കിടിലം പാക്ക് അവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ ഇവൻ്റെ റൈക്കാർഡിൻ്റെ. അപ്പോൾ അതിലേക്ക് ഒരു ആങ്കർമാനെ സെയിം സിറ്റുവേഷൻ അതിനായിട്ട് നല്ല സ്റ്റാറ്റ്സിൽ ഇട്ടാൽ നിങ്ങൾ ഡബിൾ മൈൻഡ് ആവും. മൂഞ്ചിക്കുള്ള പരിപാടി. അതിൻ്റെ പകരം വല്ല ഫോർവേഡൊക്കെ കൊണ്ടുവരാൻ എത്ര ആശ്വാസമായിരുന്നു. ഈ നാരികൾ അതും കൊണ്ടുവരില്ല, അത് വേറെ കോമഡി. അപ്പോൾ എന്തായാലും ഇതാണ് അവരുടെ സ്റ്റാറ്റ്സും പ്രോഗ്രഷനും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഗൈസ്, നിങ്ങൾ ആരെടുക്കണം കേട്ടോ, അത് മറക്കണ്ട. എന്തായാലും ഇതാണ് അവരുടെ പ്രോഗ്രഷൻ. അപ്പോൾ ഗൈസ് നിങ്ങൾ എന്തായാലും ഇപ്പോൾ 4 പേരുടെയും സംഭവങ്ങൾ കണ്ടു. അപ്പോൾ എൻ്റെ ഇതിലത്തെ പേഴ്സണൽ ചോയ്സാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കിനസ് ഒരു കിടിലൻ കാർഡാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു പ്ലെയറും കൂടിയാണ് മാർക്കിനസ്. അപ്പോൾ ഞാൻ എന്തായാലും ബ്രസീലിൻ്റെയാണ്, പിന്നെ ബ്രസീൽ നമ്മുടെ ടീമാണല്ലോ, എൻ്റെ ടീം ബ്രസീൽ. അപ്പോൾ എന്തായാലും ബ്രസീലിനാണ് ഞാൻ എടുക്കാൻ പോണത്, മാർക്കിനസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ടാർഗറ്റ് ആരാണെങ്കിൽ പറയും. ഇപ്പോൾ ബെർണാഡസിലോ വിഷണറി പാസ്, എഡ്ജർ ക്രൂസ്, റോബർട്ട്സൺ, ഏരിയൽ ഫോർട്ട്, മാർക്കിനസ്, അതുപോലെ തന്നെ ലോങ് റീടാക്കിൽ ആൻഡേഴ്സൺ. ഇതിൽ ആരാണ് ബെസ്റ്റ് എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. നിങ്ങൾ ആരും എടുത്തെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തിട്ടോ വൈസ്. അപ്പോൾ എന്തായാലും കിടിലൻ പാക്കാണ്. ഇതുപോലെ ഇനിയും കൊണ്ടുവന്നതിന് അടിപൊളിയാവൂലേ. അപ്പോൾ കൊണാമിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ തലക്കടിയിട്ടിട്ട് സാധനം കൊണ്ടുവരാറുള്ളൂ, ഇനിയും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ വൈസ് എന്തായാലും പിന്നെ അടുത്ത തിങ്കളാഴ്ച വരാൻ പറഞ്ഞ പാക്കുകളൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. ബട്ട് ഒരു ഷോർട്ട് ടൈമിൻ്റെ ഇതും കൂടി വരുന്നുണ്ട് അതിൽ. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ഇതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.